വലിയ ലബോറട്ടറികളോ ആധുനിക സൗകര്യങ്ങളോ ഇല്ല. കഠിനാധ്വാനവും ലക്ഷ്യബോധവും കൈമുതലാക്കിയ നേട്ടമാണ് 10ാം ക്ലാസ്സുകാരൻ ആദിത്യന്റേത്. വലിയ കോർപ്പറേറ്റ് കമ്പനികൾ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന പ്രീമിയം ആപ്പുകളോട് കിടപിടിക്കുന്ന ഓൾ ഇൻ വൺ സ്മാർട്ട് ടൂൾ കിറ്റാണ് ആദിത്യന്റെ ഹൈ റേഞ്ച് ആപ്പ്. ഈ ആപ്പ് കൂടുതൽ ഉപയോഗിക്കുന്ന അഡ്വഞ്ചർ ടൈപ്പ് ആൾക്കാരായിരിക്കും കൂടുതൽ. അവർക്കായിരിക്കും ഇത് എല്ലാവർക്കും യൂസ് ആവുമെങ്കിലും അവരെ ബേസ് ചെയ്താൽ അവർക്ക് വേണ്ടിയാണ് ഫസ്റ്റ് ഈ ആപ്പ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ അത് വെച്ച് അവർക്കൊന്ന് ഓർമ്മ നിൽക്കാനും പിന്നെ അവർ ഇത്തിരി ക്യാച്ച് ചെയ്യാച്ചുള്ള പേര് കൊടുക്കാൻ വേണ്ടിയാണ് ഹൈ റേഞ്ച് നിന്നിട്ടാണ്. ഇത് ഫുള്ളി ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരും റേഞ്ച് ഇല്ലാത്തടത്തോടെ ഈ ആപ്പ് ഉപയോഗിക്കാം. GPS ആണ് ത്രൂ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. 8ഓളം ആപ്പിൻ്റെ ഒരു ആപ്പ് ആയതുകൊണ്ട് സൈസ് നമുക്ക് ലാഭിക്കാൻ കഴിയും. പിന്നെ ഇതിൽ പലയിടത്തുള്ള ഒളി ക്യാമറകൾ പോലത്തുള്ള ഡിവൈസുകളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ നമുക്ക് ലൈവായിട്ട് നെറ്റില്ലാതെ സ്പീഡ്, വെതർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും. പിന്നെ ഇതിനകത്ത് ലൈവായിട്ട് ഡിജിറ്റൽ കോമ്പസും ആടിയിട്ടുണ്ട് ദിശകൾ അറിയാൻ വേണ്ടി. ഇതിനകത്ത് 8 ഫീച്ചേഴ്സ് ഇപ്പോൾ ഉണ്ട്. അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള മാപ്പ്, അഥവാ നമ്മൾ അത് GPS ആണ് ട്രാക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ തുടക്കം ഈ ആപ്പ് സ്റ്റാർട്ട് ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന വരെയുള്ള എല്ലാ വഴികളും ഈ GPS ഈ ആപ്പ് ത്രൂ സേവ് ചെയ്യും. ഫോണിനകത്ത് തന്നെ സേവ് ആക്കും. എന്നിട്ട് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് തിരിച്ച് നമ്മൾ വന്ന അതേ റൂട്ട് റിവേഴ്സ് ചെയ്ത് ലൈവായിട്ട് കാണിക്കുക. വഴി തെറ്റാതെ തുടങ്ങിയെടുത്ത് തന്നെ ഈ ആപ്പ് ത്രൂ നമുക്ക് എത്താൻ പറ്റും 2 മാസത്തിനടുത്തുണ്ട്. ഒരു സ്മാർട്ട് ഫോണിലെ വിവിധ ഇൻബിൽറ്റ് സെൻസറുകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 8ലധികം അത്യാധുനിക ടൂളുകളാണ് ആപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റർനെറ്റോ പരസ്യങ്ങളോ ഇല്ലാതെ പൂർണ്ണമായും ഓഫ്ലൈനായി പ്രവർത്തിക്കുന്നു എന്നതാണ് ആപ്പിന്റെ പ്രത്യേകത. കഷ്ടിച്ച് 1 കൊല്ലമാകുന്നതേ ഉള്ളൂ ആദിത്യൻ കമ്പ്യൂട്ടറിന്റെ ലോകത്തേക്ക് എത്തിയിട്ട്. കുടുംബത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനലിൽ കണ്ടന്റ് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മാതാപിതാക്കൾ കമ്പ്യൂട്ടർ വാങ്ങി നൽകിയത്. പ്രോഗ്രാമിങ്ങിനോടും കോഡിങ്ങിനോടുമുള്ള താല്പര്യം ആപ്പ് നിർമ്മാണത്തിലേക്ക് നയിച്ചു. പല തവണ പരാജയപ്പെട്ടിട്ടും പിന്നെയും പരിശ്രമിച്ചു. ആപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ഫോണിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലോട്ട് അപ്ലോഡ് ചെയ്ത് റൺ ചെയ്യിപ്പിക്കുമ്പോഴായിരിക്കും മനസ്സിലാവണം അതിനകത്തൊരു കോഡ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അത് ലാസ്റ്റ് നമ്മൾ വീണ്ടും പ്രീവിയസ് ആയിട്ട് പോയി അതിനകത്തുള്ള എല്ലാ കോഡിങ്ങും നമ്മൾ റിവൈൻഡ് ചെയ്ത് അതിനകത്ത് എന്താണ് ബഗ്ഗെന്ന് കണ്ടുപിടിക്കുക. ബഗ്ഗ് ഉണ്ടാക്കുന്നതിൻ്റെ പകുതി കൂടുതൽ സമയമുള്ള ഒരു ബഗ്ഗ് വന്ന് നമുക്ക് കൺഫേം ചെയ്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ഒരുപാട് സമയം എടുക്കും അതിന് വേണ്ടി. മീനാങ്കൽ സ്വദേശികളായ ദമ്പതികൾ രതീഷിന്റെയും ഗീതുവിന്റെയും മകനാണ് ആദിത്യൻ. 4.5 വയസ്സുവരെ സംസാരിക്കാതിരുന്ന കുട്ടിയാണ് ഇന്ന് അത്ഭുതങ്ങൾ കാട്ടുന്നതെന്നോർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് അഭിമാനവും സന്തോഷവും.